വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിക്ഷാൻ ഷോപ്പിങ്ങിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മളിതൊരു അൺബോക്സിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അന്ന് നമ്മൾ എന്തൊക്കെ പെർച്ചേസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നിക്ഷാൻ വാങ്ങി വന്നിട്ട് ഒരു 3 to 4 days ആയി. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് അൺബോക്സിങ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയത്. അപ്പൊ ഇന്ന് സൺഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രാവിലെ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരുമ്പാൻ എടുക്കേണ്ട അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പണിയിലേക്ക് കടക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മേന്റെ കേസറോൾ എന്നാണ് ഗൈസ്. കേസറോൾ അമ്മേന്റെ ഓപ്പൺ ആയിക്കോട്ടെ. ഈ ഒരു കേസറോളിന് പ്രൈസ് വന്നിട്ട് പ്രൈസ് പറയുമോ? പ്രൈസ് പറയുന്നില്ലേ? പ്രൈസ് നിങ്ങൾ അവിടെ പോയോ? നിക്ഷാന്റെ പരസ്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് കണ്ടറിഞ്ഞാൽ മതി പ്രൈസ് ഒക്കെ. പക്ഷെ നല്ല ഓഫറാണ് കേട്ടോ. ഓഫർ പ്രൈസ് ഉണ്ട് അതിന്. ഇതിന്റെ പ്രൈസ് മെയിൻ ആയിട്ട് പറയാത്ത വേറെ ഒന്നും കണ്ടല്ല. 4-5 ദിവസം ഞാൻ ഓരോന്നിന്റെ പ്രൈസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല കൂടുതലായിട്ട്. എനിക്ക് മെയിൻ ആയിട്ട് തലയിൽ ഓർമ്മ ഉള്ളത് വാഷിംഗ് മെഷീന്റെ പ്രൈസ് മാത്രമേ ഉള്ളൂ. കാരണം അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതെന്തായാലും നമ്മൾ ഓർത്ത് വെക്കല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ കേസറോൾ ഗൈസ്. ഇനി അമ്മ ഡെയിലി രാവിലെ പുട്ടും ചപ്പാത്തിയും പത്തിരിയൊക്കെ ചുട്ട് അതിൽ ചൂടോടെ വെക്കും എന്നുള്ള ഒരു ഒറ്റ ഉറപ്പ് കൊണ്ട് വിശ്വാസം കൊണ്ടുമാണ് നമ്മളത് വാങ്ങിയത് ഗൈസ്. ഇനി അടുത്ത് നമ്മുടെ ചോപ്പർ. ഈ ചോപ്പറൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കുക്കിംഗ് വീഡിയോസിൽ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു വാങ്ങണം. കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് സെക്ഷനിൽ ഒരു പകുതി പണി വരെ തീർന്നു കിട്ടുന്നതിന് സമമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചോപ്പർ വാങ്ങിയത്. ചോപ്പർ നമുക്ക് ഒരു മിക്സി പോലെ തന്നെ ഒരു ബ്ലേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഈസി ആയിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഇതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അച്ഛൻ ഓപ്പൺ ഇങ്ങനെയാണ് നമ്മൾ ചോപ്പ് എല്ലാം നോക്കി അമ്മമ്മക്ക് കൊടുക്കുകയാണ്. എന്തൊരു സ്നേഹം അമ്മയോട്. ഇത് അടുത്തെന്ന് പറഞ്ഞാല് എനിക്ക് കൂപ്പൺ അടിച്ചതാ. ഇത് കൂപ്പണിൽ അടിച്ചാണ് ഈ ഒരു മഗ് സെറ്റ് വരുന്നത്. 6 ഗ്ലാസ് വരുന്നുണ്ട് അല്ലെ. കോഫി ടീ ഒക്കെ വീട്ടിലൊക്കെ വരുന്ന ആളുകൾക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു മഗ് സെറ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. ഇതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്ക്രാച്ച് കാർഡ്. യെസ് ഗൈസ്. ആൻഡ് ഇനി എന്റെ അമ്മ ഇതേപോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയപ്പോൾ തന്നെ കുറെ കാലമായി ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമായിരുന്നു നമ്മുടെ കുക്കർ ഗൈസ്. കുക്കർ അമ്മമ്മന്റെ കുക്കർ അധിക ദിവസം നമ്മൾ അമ്മമ്മന്റെ കുക്കർ അമ്മമ്മ കുക്കർ കറി വെച്ചാൽ നമ്മൾ ആ കറി മാറ്റിയിട്ടാണെങ്കിലും കുക്കർ എടുത്ത് കൊണ്ടുവരുന്നു. അപ്പൊ അതിന് നമ്മൾ ഒരിത് കണ്ടുപിടിച്ചു. കുക്കർ പൊട്ടിത്തെറിച്ചു. ഞാൻ കഞ്ഞി വെച്ചു, പൊട്ടിത്തെറിച്ചു. അത് വാഷ്റൂമിനുള്ളില് കയറി. കാരണം നല്ല ചെടിയൊക്കെ വെച്ച്. പക്ഷെ നല്ല എന്താ മനസ്സിലായില്ല ഇതായിട്ടാണ് എല്ലാവരും സംഭവിക്കുന്നതുകൊണ്ട് തന്നെ. അന്നെന്തോ ഫുട്ബോളിന്റെ ടൂർണമെന്റ് എന്തോ ഉണ്ടായിരുന്നു. എല്ലാരും കഴിച്ചിരുന്നോ പടകം പൊട്ടിയത്. ഇവിടെ പോയി ഷീറ്റ് അടുക്ക വർക്കേരിയിൽ ഷീറ്റിന് പോയി അടിച്ച് താഴെ വന്ന കേസ്. ഭാഗ്യത്തിന് അടുക്കള ആരും ഇല്ലെങ്കിൽ അതിന് മരണം ഉറപ്പായിരുന്നു. അമ്മ ആരും അടിയിൽ കഴിഞ്ഞത് പോയത്. ഞങ്ങളെല്ലാരും ഈ ഫുട്ബോൾ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു നിന്ന സമയത്താണ്. ചെറിയ വ്യത്യാസം അല്ലേ. ഇത്രയും നേരം അടുക്കളയിൽ ഞാൻ ചെറിയ വ്യത്യാസം തലനാഴി ഇരട്ടി നമ്മൾ രക്ഷപ്പെട്ടു. അമ്മേന്റെ കുക്കർ അൺബോക്സിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നടത്താൻ പോകുന്നത്. കുക്കർ പിന്നെ അതിന്റെ മുന്നേ പ്രാവശ്യം ബിസ്മിൽ പോയ സമയത്ത് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് മേടിക്കാണ്ട് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങി 5 ലിറ്ററിന്റെ കുക്കറായിരുന്നു നമ്മൾ വാങ്ങിയത്. 5 ലിറ്ററാണ്. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ വലിയ പാൻ മേടിക്കണം എന്നായിരുന്നു എന്റെ ഒരാഗ്രഹം. പക്ഷെ ഇത് രണ്ടും കൂടെ ഓഫറിൽ വന്ന സമയത്ത് നമുക്ക് ചെറിയ എന്തെങ്കിലും വറവിടാനോ അങ്ങനെയൊക്കെ ഇതില് കുട്ടി ചപ്പാത്തികൾ ചെറിയൊരൊറ്റ എഗ്ഗൊക്കെ നമുക്ക് ഓംലേറ്റ് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്യൂട്ടാണ് രണ്ടും കൂടെ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇത് മേടിച്ചു. നല്ല രസം ഗൈസ് തൊടാൻ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് എന്റെ പ്രൊഡക്റ്റ് ഗൈസ്. ദിസ് ഈസ് മൈ പ്രൊഡക്റ്റ്. സ്മൂത്തി അടിക്കുന്ന വിഷയം. ഇത് നമ്മൾ ഇംബെക്സിന്റെ തന്നെ നോക്കി വാങ്ങിയാണ്. കാരണം ഇംബെക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്, നമുക്ക് അറിയാമല്ലോ.
അപ്പോൾ നമ്മൾ ഇമ്പെക്സിൻ്റെ മേടിച്ചാണ്. അപ്പോൾ അവിടെ വില നോക്കിയില്ല ഗൈസ്. ഇമ്പെക്സ് ആയാൽ മതി, ഏത് കാലം ഇൻഫെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കാലം കിടക്കുക. ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 6-7 ആഴ്ച തന്നെ സ്മൂത്തി അടിച്ച് കുടിച്ചിട്ടുണ്ടാവും. സ്മൂത്തി ഓൾറെഡി സ്മൂത്തി ഗൈസ്. ഇത് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് നമ്മള് മിക്സി പോലത്തെ ആ ഒരു സംഭവമില്ല ഗൈസ്, അതാണ് മോട്ടർ. ഇതിന്റെ കൂടെ തന്നെ ഇത് വലിയ വരുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ പറയാനുള്ള വെച്ചാൽ ഇത് ബ്ലേഡ് ആണ്. ദെൻ ഇതിന് നമുക്ക് ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇത് നമുക്ക് കുടിക്കാനും സുഖമാണ്. നമ്മൾ എക്സ്ട്രാ ഒരു പാത്രത്തിലേക്ക് പാരുന്ന വേണം ഇതിങ്ങനെ കുടിച്ചാൽ മതി. 2 ദിവസം ഇതുമല്ല എന്റെ പ്രശ്നമായിരുന്നു ഗൈസ്. ഇതില് മൊത്തം ഇതില് പിടിച്ച് പിന്നെ നമുക്ക് ചെറിയ ഇത് വരുന്നുണ്ട്. ഇത് കുട്ടി, ഇത് നമുക്ക് വല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് വേസ്റ്റ് ചെയ്യാനല്ലേ, അങ്ങനെ ജ്യൂസ് വല്ല ഷോർട്സ് ഒക്കെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇതാക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 2 ജാറാണ് ഇതിന് മൊത്തത്തിൽ വരുന്നത്. അപ്പം ഇത് നമ്മള് ഓപ്പൺ ആയി കഴിഞ്ഞു. സോ ഇനി എന്റെ അമ്മേന്റെ മാർഗം ഐറ്റമാണ് നിങ്ങൾ കാണാൻ പോകുന്നു. ഇതിനകത്തുണ്ടോ മൂടിയുള്ളത്? ഇത് ജാർ അടിക്കുന്നതാ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഫ്രൂട്ട്സിന്റെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അരിക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ ഇപ്പോഴാണ് കഴിക്കാറ്. 2 ദിവസം 3 ദിവസം സ്പൂക്കി അടിച്ച് കുടിച്ചിട്ട് കണ്ടിട്ടില്ല. ദെൻ ഇത് മൂടി, ഇത് പോവാണ്ട് നിൽക്കാനുള്ള കാർക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് ആവില്ല. മറ്റേതൊന്നും ഓപ്പൺ ആയി പോവല്ലോ നമ്മൾ ബാഗിലൊക്കെ സൂക്ഷിക്കുമ്പോൾ. 2 ജാറിനും കൂടെ നമുക്ക് 2 മൂടി പ്ലസ് 1 നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടോട്ടൽ 3 എണ്ണം. 3 സംതിങ്ങിന് കിട്ടി. അങ്ങനെ ഇനി നെക്സ്റ്റ് വാഷിംഗ് മെഷീൻ അൺബോക്സിംഗ്. വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മളെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര പ്രീമിയം കളേഴ്സിനോട് ഭയങ്കര പ്രീമിയം കളേഴ്സിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കളറും മാറ്റി. അപ്പൊ വിലയും കൂടി, എന്നാലും പിന്നെ നമുക്ക് എടുക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ ബാക്ക് ഫ്രണ്ട് പോർഷൻ വെക്കാത്ത ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ അകത്തായതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാകും. നമ്മൾ പണ്ട് വാങ്ങിയതും വേൾപൂളിൻ്റെ തന്നെയായിരുന്നു വാഷിംഗ് മെഷീൻ. ഇതും അത് എത്ര 8.5 കിലോ അങ്ങനെ എന്തോ അല്ലേ, 8.5 കിലോ അങ്ങനെ എന്തോ കൊള്ളുന്നതാണ് ഗൈസ്. നമ്മൾ സെമിയാണ് മേടിച്ചത്. നമുക്ക് ഓട്ടോമാറ്റിക്കിനേക്കാൾ ഇഷ്ടം സെമിയാണ്. കാരണം സെപ്പറേറ്റ് ഇതാലേ കുറച്ചുകൂടെ വൃത്തിയാവുന്നതല്ലേ മറ്റേ നമ്മൾ ഓൾറെഡി നമ്മൾ അലക്കിയിൽ തന്നെ കിടന്ന് ഉണങ്ങുമ്പോൾ എങ്ങനെയായാലും അതൊരു ചളി പിടിക്കുന്ന ഫീൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെമി വാങ്ങിയത്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 18 സംതിങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ നമുക്ക് മൊത്തം 14,500 അല്ല 15 കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 വർഷത്തെ കംപ്രസൻസീവ് വാറൻറ്റി ഉണ്ട്. 10 വർഷത്തേക്കുള്ള മോട്ടോർ വാറൻറ്റി വരുന്നുണ്ട്. പിന്നെ 4 വർഷത്തേക്ക് സ്പിൻ മോട്ടറിൻ്റെ വാറൻറ്റി ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ദെൻ പിന്നെന്താ പറയുന്നത്, അത്രയ്ക്കും അടിപൊളിയാണ്. നല്ല കളറാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു കളർ എത്രത്തോളം, കാരണം അകത്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൂടി നമുക്കിത് ഈ സൈഡിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് വാങ്ങിയത്. നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാനാവാനും പിന്നെ എടുത്ത് നമുക്ക് മൂടി എടുത്ത് വെക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും ഗൈസ്. പിന്നെ അതവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഉണക്കിയെടുക്കാനും എത്ര ടൈമറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. യെസ് ഗൈസ്, സോ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് അടിച്ച സംഭവം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഇഞ്ചക്ഷൻ കുക്കർ വേണ്ടവർ കമന്റ് ചെയ്യലോ. നമ്മൾ ചെറിയ പൈസ ഇവിടെ എന്താ ഉള്ളത് നല്ലതായിട്ട് എന്താന്നുള്ള കമന്റ് ഒക്കെ എടുത്തത്. കറണ്ട് എടുക്കും. ഇത് നമ്മൾ ഗ്യാസ് തീരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും.
ഗ്യാസ് എന്തായാലും നമ്മൾ ബുക്ക് ചെയ്താൽ 2 ദിവസം ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മളിത് ഉപയോഗിക്കും. അതുവരെ നമ്മൾ ഈ ബോക്സിൻ്റെ അടിക്കുന്നത്. ഇത് മിക്കവാറും ബോക്സിന്റെ അടിയിൽ തന്നെ എനിക്ക് അച്ഛനെ എടുക്കാൻ പറ്റില്ല. കാരണം കരണ്ടടുപ്പ് ഉണ്ടായിട്ട് കരണ്ട് ബില്ല് കൂടുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ബർണർ ഗ്യാസ്. ഗ്യാസ് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗ്ലാസ് ടൈപ്പ് ആകുമ്പോൾ ചൂട് ഓവർ തട്ടുമ്പോൾ ഇത് പൊട്ടിപ്പോവും എന്നുള്ളൊരു ഡൗട്ട്. ബട്ട് പൊട്ടിപ്പോകത്തില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക. അപ്പോൾ നമ്മൾ പ്രസ്റ്റീജിൻ്റെ ആണ് എടുത്തത്. നമ്മളങ്ങനെ ഗ്യാസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ റേറ്റ് നോക്കി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് നമ്മൾ ഇപ്പം എടുക്കൂലേ? ഇപ്പം എടുക്കണ്ട. അമ്മ അങ്ങനെ പൂജിച്ച് വെക്കാൻ വേണ്ടി ഗ്യാസ് എന്നോട് കാണിച്ചോളൂ. ഗ്യാസ് എടുത്ത് മാറ്റുന്നത് അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് ഓപ്പൺ ആക്കി എടുക്കുന്നത്. ഗ്യാസ് സ്റ്റവ്. ഇത് നമ്മളിത് കറക്റ്റ് ഫിറ്റ് ചെയ്യണം. ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫിറ്റ് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ആ വീടൊക്കെ ഫുൾ റിനോവേഷൻ ചെയ്യാൻ പോവാണ്. പെയിന്റ് അടി കാര്യങ്ങളൊക്കെ കുറേ പരിപാടികളുണ്ട്. വാൾ സ്റ്റിക്കർ അങ്ങനെ കുറേ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമായിരുന്നു നമ്മൾ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ വാഷിംഗ് മെഷീൻ അർജന്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തില്ല. അമ്മ അത് കുറച്ചും കൂടെ കഴിയട്ടെ. നമ്മൾ 2 കൊല്ലത്തേക്ക് പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോഴും നിക്ഷാലിൽ ഓഫർ ഉണ്ട്. അത് നമ്മുടെ ഓണത്തിന്റെ മന്ത് ആയതുകൊണ്ട് ഈ മന്ത് ലാസ്റ്റ് വരെ ഉണ്ടാവും. സോ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യാൻ. ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര എമൗണ്ട് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ മാളു സ്റ്റോറീസിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുവരെ ബൈ.